ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ്സുകളിൽ എടുത്ത ലസാഗു ഉസാഗ എന്താണെന്നും രണ്ട് സംഖ്യകൾ കൊണ്ടുള്ള ഹരണം എങ്ങനെയാണ് എന്നുമാണ് ഈ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഹരണം ഗുണനം 4 കണക്കും മറ്റു തരുന്ന 6 കണക്കുകളും നല്ലോണം ചെയ്യണം. രണ്ട് സംഖ്യകൾ കൊണ്ടുള്ള ഹരണം വളരെ നന്നായി പഠിക്കണം. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് ട്രൈ ചെയ്യണം. അടുത്ത ശനിയാഴ്ച രണ്ട് സംഖ്യകൾ കൊണ്ടുള്ള ഹരണത്തിൻ്റെ 20 ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഒരു എക്സാം ഉണ്ടാകും. മാർക്കിന് സമ്മാനവും ഉണ്ടാകും. രണ്ട് സംഖ്യകൾ കൊണ്ട് 20 സംഖ്യയുടെ ഹരണം. പേരൻസ് ശ്രദ്ധിക്കണം. 3 സംഖ്യകൾ കൊണ്ടുള്ള ഹരണം വരെ നവോദയ പരീക്ഷയ്ക്ക് വേണം. 2 വരെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. പട്ടിക പഠിക്കാത്ത കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പട്ടികയും ശ്രദ്ധിക്കണം, ഹരണവും ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ലസാഗു? എന്താണ് ഉസാഗ? ലസാഗു എന്നതിന് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ LCM എന്നും ഉസാഗയ്ക്ക് HCF എന്നും പറയും. എന്താണ് ലസാഗു? എന്താണ് ഉസാഗ? 10ന്റെയും 20ന്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ 10 കൊണ്ടും 20 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതാണ് 10ന്റെയും 20ന്റെയും ലസാഗു. 10 കൊണ്ടും 20 കൊണ്ടും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. 10, 20. 10നെയും 20നെയും ഒരേപോലെ 2 കൊണ്ട് ഹരിക്കാം. 10ൽ 2 5 പ്രാവശ്യം, 20ൽ 2 10 പ്രാവശ്യം. 5നെയും 10നെയും ഒരേപോലെ 5 കൊണ്ട് ഹരിക്കാം. 1 പ്രാവശ്യം, 2 പ്രാവശ്യം. 1നെയും 2നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ സംഖ്യകൾ ഇല്ല. 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹരണം നിർത്തണം. 2 × 5 10, 10 × 2 20. 10നെയും 20നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ 20 ആണ്. 20ൽ താഴെ ഒരു സംഖ്യ ഇല്ല. അപ്പോൾ ഈ സംഖ്യക്ക് പറയുന്ന പേരാണ് ലസാഗു. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളെയും, അഥവാ ഒരു കൂട്ടം സംഖ്യയുടെ ലസാഗു എന്ന് പറഞ്ഞാൽ അവ കൊണ്ടെല്ലാം ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. ഒരു കൂട്ടം സംഖ്യകളുടെ പൊതുവായ ഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതാണ് ലസാഗു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, 8ന്റെയും 10ന്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? 8 കൊണ്ടും ഹരിക്കാൻ കഴിയണം, 10 കൊണ്ടും ഹരിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ. 8നെയും 10നെയും 2 കൊണ്ട് ഹരിക്കാം. 8ൽ 2 4 തവണ, 10ൽ 2 5 തവണ. 4നെയും 5നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ സംഖ്യ ഇല്ല. അപ്പോൾ ഇനി തുടർന്ന് ഹരിക്കേണ്ടതില്ല. 2 × 4 8, 8 × 5 40. 8ന്റെയും 10ന്റെയും ലസാഗു 40 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ലസാഗു കണ്ടുപിടിക്കുക. ലസാഗുവിന്റെ അർത്ഥം ഇതാണ്. ഇനി നമുക്ക് ഉസാഗ എന്താണെന്ന് നോക്കാം. 10ന്റെയും 20ന്റെയും ഉസാഗ എന്ന് പറഞ്ഞാൽ 10നെ ഹരിക്കാൻ പറ്റണം, 20നെ ഹരിക്കാൻ പറ്റണം. 10 കൊണ്ടല്ല കേട്ടോ, 10നെ ഹരിക്കാൻ പറ്റണം, 20നെ ഹരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഏറ്റവും വലിയ സംഖ്യ. 10ന്റെ ഘടകങ്ങളിൽ ഏറ്റവും വലുത്, 20ന്റെ ഘടകങ്ങളിൽ ഏറ്റവും വലുത്. 10ന്റെയും 20ന്റെയും പൊതുവായ ഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് ഉസാഗ. 10ന്റെ ഘടകങ്ങൾ നമുക്കറിയാം: 1, 2, 5, 10. 20ന്റെ ഘടകങ്ങൾ നമുക്കറിയാം: 1, 1, 2, 4, 5, 10, 20. രണ്ടിലും ഉൾപ്പെടുന്ന ഏറ്റവും വലിയ സംഖ്യ 10 ആണ്. അപ്പോൾ 10ന്റെയും 2ലും ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഘടകം അത് 10 ആണ്. 10 ആണ് 10ന്റെയും 20ന്റെയും ഉസാഗ.
ഉസാഗ ഘടകങ്ങളിൽ പൊതുഘടകങ്ങളിൽ വലുത്. ലസാഗു പൊതുഗുണിതങ്ങളിൽ ചെറുത്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ലസാഗു കണ്ടുപിടിച്ച പോലെ ഉസാഗ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. 10ന്റെയും 20ന്റെയും ഉസാഗ കണ്ടുപിടിക്കണം. 10, 20. ലസാഗുവിന്റെ അതേ ക്രിയകൾ നടത്തുക. 10ലും 20ലും ഒരേപോലെ 2 ഉണ്ട്. 10ൽ 2 5 തവണ, 20ൽ 2 10 തവണ. 5ലും 10ലും ഒരേപോലെ 5 ഉണ്ട്. 5ൽ 5 1 തവണ, 10ൽ 5 2 തവണ. 1ലും 2ലും പൊതുവായ സംഖ്യകളില്ല. ഇപ്പോൾ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 2 × 5 × 2. ഉസാഗയാവുമ്പോൾ ഇത് മാത്രമേ ഗുണിക്കാൻ പാടുള്ളൂ, ഇവിടെയുള്ളത് ഗുണിക്കാൻ പാടില്ല. അപ്പോൾ ഉസാഗ എത്രയാണ്? 2 × 5 = 10. നേരത്തെ നമ്മൾ കണ്ടെത്തിയ 10 മനസ്സിലായില്ലേ? ഓക്കെ. ലസാഗു ഉസാഗയുടെ ക്ലാസ് എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഹോംവർക്കിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തന്നത്. ഇന്നത്തെ ഹോംവർക്കുകൾ ഇന്ന് തന്നെ ചെയ്ത് പേരന്റിനെ കാണിച്ച് ശരി വാങ്ങി വെക്കണമെന്ന് നോക്കണം. നല്ല കുട്ടികളൊക്കെ പേരന്റിനെ കാണിച്ച് ശരി വാങ്ങും. ഓക്കെ. നിങ്ങൾ ആരൊക്കെയാണ് നല്ല കുട്ടികൾ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇപ്പോൾ ഞാൻ ബോർഡിൽ ചോദ്യം എഴുതിയിടാം.